എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് അല്ലെ. നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നാളെ വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത്, ഒരു ഐഡിയ ഉണ്ടാവില്ല. എടാ നിങ്ങൾക്ക് അറിയാം 30 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. 30ലാണ് നിങ്ങൾക്ക് എക്സാം. ഈ ഒരു 30 മാർക്കിന്റെ എക്സാമിൽ 20 മാർക്ക് ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോവാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ 20 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചോ. അതാ നോക്കിക്കോ, നിങ്ങൾക്ക് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്നും അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്നും എന്റെ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ തറവായിട്ട് പഠിച്ചു വെച്ചോ. ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? ഇൻ എ വാർഡ് ഓഫ് എ പഞ്ചായത്ത് the women and men are in the ratio 11:10. There are 1793 women in the ward. How many men are there in the ward? What are the total number of women and men? അതായത് ഒരു പഞ്ചായത്തിലെ 1ാം വാർഡിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 11:10 എന്ന അംശബന്ധത്തിലാണ്. അവിടെ 1793 സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ എത്ര പുരുഷന്മാരുണ്ട്, ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കൾ ആദ്യം എഴുതിയത് ഒരു റേഷ്യോ ഇവിടെ തന്നിട്ടില്ലേ, അത് ആദ്യം മക്കൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? വുമൺ ആൻഡ് മെന്നിന്റെ റേഷ്യോ ആണ്. വിമൻ ആൻഡ് മെൻ, സ്ത്രീകളും പുരുഷന്മാരും. അതായത് വിമൻ ആണ് ആദ്യം എഴുതേണ്ടത്. വിമൻ ഈസ് ടു മെൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് റേഷ്യോ എഴുതുക. അതെന്താണ്? 11:10 ആണ്. ക്ലിയർ? ഇത്ര ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി നോക്ക്, ഇവർ പറയാണ് വിമൺ എന്ന് പറയുന്നത് എത്രയാണ്? 1793 വിമൺ ഉണ്ടെങ്കിൽ 1793 വിമൺ ഉണ്ടെങ്കിൽ എത്ര മെൻ ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി ഇവർ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ 1793 ആണെങ്കിൽ ഇവിടെ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്തിനോ ഒന്നിനെ കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോഴാണ് ഈ നമ്പർ കിട്ടുന്നത്. 11ന് ഏതോ ഒരു നമ്പർ കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോഴാണ് ഈ നമ്പർ കിട്ടുന്നത്. അത് ഏതായിരിക്കും നമ്പർ? പെട്ടെന്ന് ആലോചിച്ചാലൊന്നും കിട്ടൂല. 11ന് എത്ര കൊണ്ട് ഗുണിക്കുമ്പോൾ 1793 കിട്ടുക. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കുക. 1793 ഹരിക്കണം 11. ചെയ്യാൻ എന്തോ പണിയുണ്ടോ? ഒരു പണിയുമില്ലല്ലോ. 17ൽ എത്ര 11 ഉണ്ട്? ഒരു 11 ആണ് മിസ്സേ, ഒരു 11. ഇനി 69. 69ൽ എത്ര 11 ഉണ്ട്? 6 എണ്ണം ഉണ്ട് മിസ്സേ. 6 × 11 66. 69 66 പോയാൽ 3. 33ൽ എത്ര 11 ഉണ്ട് മിസ്സേ? 3 എണ്ണാണ്. അപ്പൊ 163 ആണ്. അതായത് ഇതിന് ഇൻറ്റു 163 ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 11 ഗുണിക്കണം 163 ആണ് 1793 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത നോക്ക്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്പർ കിട്ടാന് നമ്മൾ ഇവിടെയും 163 കൊണ്ട് തന്നെ ഗുണിക്കുക. 10 ഗുണിക്കണം 163 പറഞ്ഞാൽ 1630. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. എന്തോ പ്രശ്നമുണ്ടോ? അങ്ങനെ എല്ലാ ചാപ്റ്ററിനും വളരെ വളരെ തെരഞ്ഞെടുത്ത, ഞാൻ അത്രയും നേരം ഇരുന്ന് നിങ്ങൾക്ക് ഇന്നലെ മുതലേ ഞാൻ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ പഠിച്ച് ജയിച്ച് മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ നോക്കിക്കോ, തെരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇനി അടുത്ത് നോക്ക്, ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് റേഷ്യോ ഒന്ന് എന്തായാലും വന്നിട്ടുണ്ടാവും. അതായത് 15 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കാൻ പറയാം. ഓക്കെ, എന്നിട്ട് 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം. 15 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരച്ചിട്ട് അതിനെ 2:3 എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അതിനെ 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കണം. അതായത് നമുക്ക് AB എന്ന് പറയുന്ന ഒരു വര വരയ്ക്കുകയാണ് നമ്മൾ. അത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അതിനെനിക്ക് വീതിക്കണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ അപ്പോൾ AP PB എന്നായിട്ട് രണ്ടെണ്ണായിട്ട് ഇതിനെ ഭാഗിച്ചു. പക്ഷെ ഇത് വെറുതെ അങ്ങോട്ട് ഭാഗിക്കാൻ പറ്റൂല. ഇത് ഭാഗിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. അതായത് APയും PBയും 2 കഷ്ണങ്ങളാണ് ഉള്ളത്. APയും PBയും. AP:PB എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെയെങ്കിൽ APയും PBയും എത്ര ആയിരിക്കും ഉണ്ടാവുക? APയും PBയും മിസ് പറഞ്ഞിട്ടെ. അതായത് ഇത് ഭാഗിച്ചത് 15 സെന്റിമീറ്ററിനെ 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ഭാഗിച്ചത്. 15 സെന്റിമീറ്ററിനെ എന്ത് ചെയ്തു? 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. അങ്ങനെയെങ്കിൽ AP എത്ര ആയിരിക്കും? PB എത്ര ആയിരിക്കും? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. ഇതാ നോക്കി, AP എത്ര ആയിരിക്കും? ആകെ എത്രയുള്ളതെടാ? 2ഉം 3ഉം ഒന്ന് കൂട്ടി വെക്കുക, 5 ആണ് കിട്ടുക. 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണ്. അങ്ങനെയെങ്കിൽ 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതിന്റെ ഈ ആകെയുള്ള വരല്ലേ, ആ ആകെയുള്ള വരന്റെ
5ൽ 2 ഭാഗം എന്ന് പറയുന്നതായിരിക്കും ഇതെന്തായിരിക്കും 5ൽ 3 ഭാഗം 2:3 ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്മാർ രണ്ടാളെയും കൂടെ കൂട്ടിയാൽ 5 ആണ്. 5ൽ 2 ഭാഗമാണ് ഈ കുഞ്ഞു ഭാഗം, 5ൽ 3 ഭാഗമാണ് ഈ കുഞ്ഞു ഭാഗം. ഓക്കെ, അതായത് AP എന്ന് പറയുന്നത് 15ന്റെ 5ൽ 2 ഭാഗമാണ്. 15ന്റെ 5ൽ 2 × 15 ആണ്. ഇവിടെ എന്തായിരിക്കും 5ൽ 3 × 15 ആണ്. ഇനി എങ്ങനെയാ ഇതിനെ ചെയ്യുക? 5ൽ 2 × 15, 5ൽ 3 × 15 എങ്ങനെയാ ചെയ്യുക? ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് നോക്കിയേടാ, നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ കൊണ്ട് ഹരിക്കുക. 15/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? 15/5 എന്ന് പറയുന്നത് 3 ആണ്. അതായത് 2 × 3 എത്രയായിരിക്കും? 6. അപ്പൊ ഇതെത്രയാണ്? AP എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. പിന്നെ ഇത് നിങ്ങൾക്ക് എഴുതാനാവും, എന്നാലും ഞാൻ വെറുതെ ചെയ്യാണ്. 15/5 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 3 ഗുണിക്കണം, ഈ 3 അങ്ങനെ തന്നെ എഴുതിയേ, എന്നിട്ട് ഗുണിക്കണം 15/5 3. 3 ഗുണിക്കണം 3 9. അതായത് ഇവൻ 9 ആയിരിക്കും. എങ്ങനെയാടാ ഇത് അടയാളപ്പെടുത്തേണ്ടത്? എങ്ങനെയാടാ ഇതിന് ഭാഗിക്കേണ്ടത്? 6 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതിയിൽ നിന്നും 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെയൊന്ന്. അതായത് നിങ്ങളോട് ഡെസിമൽ ഫോം തന്നിട്ട് അതിന് എന്ത് പറയും? അതിന് നമ്മളുടെ ഇതിന്റെ ഡെസിമൽ ഫോം, അതായത് ഈ ഒരു ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം എഴുതാൻ പറയും. ദാറ്റ് നമ്മളുടെ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിന്റെ ദശാംശ രൂപം എഴുതാൻ പറയും. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് 4/5 നോക്ക്, 4/5 ഡെസിമൽ എഴുതണം, ദശാംശത്തിലേക്ക് മാറ്റണം. അപ്പൊ നമ്മളുടെ ടാസ്ക് എന്താണെന്നറിയോ? ഇതിൻ്റെതാ നോക്കിയേ, ഡിനോമിനേറ്ററിലുള്ള ആളില്ലേ, ഡിനോമിനേറ്റർ ഛേദത്തിലുള്ള ആളില്ലേ, ആ ഛേദത്തിലുള്ള ആളിനെ 10, 100, 1000 അങ്ങനത്തെ നമ്പേഴ്സ് ആക്കുക. ഒന്നും പൂജ്യങ്ങളുള്ള നമ്പർ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. അപ്പൊ ഇവിടെ നോക്കിയേ, 4/5. 5ന് എനിക്ക് എന്താക്കാൻ പറ്റും? 10 ആണോ 100 ആണോ? ഏറ്റവും ഏത് ചെറിയ സംഖ്യ ആക്കാൻ പറ്റുക? ഇതിൽ 10 ആക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് അല്ലേ, 10 ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്ക്, 5നെ 10 ആക്കാൻ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? × 2 ചെയ്താൽ മതി. 5നെ 10 ആക്കാൻ 5 × 2 ചെയ്താൽ മതി. അതുപോലെ തന്നെ 5 × 2 ഇവിടെ ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ളവൻ വെറുതെക്കോ? ഇല്ല കേട്ടോ. ഇവിടെ × 2 ചെയ്യുകയാണെങ്കിൽ ഇവിടെ × 2 ചെയ്യാം. ദാറ്റ് ഈസ് 8/10 ആയിരിക്കും. 8/10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നമ്പറിനെയും 10, 100, 1000 അങ്ങനെയുള്ള നമ്പർ, ഒന്നും പൂജ്യങ്ങളുള്ള നമ്പർ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഇവിടെ മുകളിലുള്ള നമ്പർ ഇല്ലേ, മുകളിലുള്ള നമ്പർ, ആ മുകളിലുള്ള നമ്പർ തന്നെയായിരിക്കും ആൻസർ. പക്ഷെ പോയിന്റ് ഇടണം. എവിടെ പോയിന്റ് ഇടുക? ഇവിടെ 1 പൂജ്യമാണെങ്കിൽ 1 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക, 2 പൂജ്യമാണെങ്കിൽ 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടേണ്ടി വരും. അപ്പോൾ 0.8 ആയിരിക്കും, അല്ലെങ്കിൽ 0.8 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഫ്രാക്ഷൻസിൽ എന്താണ്? ഫ്രാക്ഷൻസിനെ ദശാംശത്തിലേക്ക് മാറ്റണമെങ്കിൽ താഴെയുള്ള നമ്പറിനെ 10, 100 അങ്ങനത്തെ നമ്പർ ആക്കുകയാണ് വേണ്ടത്. അപ്പൊ താഴെ എന്തിനോണ്ടാണോ ഗുണിക്കുന്നത് അതുപോലെ തന്നെ മുകളിലും ഗുണിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലത്തെ നമ്പർ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ട എങ്ങനെയാണ്? എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും നമ്പേഴ്സ് മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഷോർട്ട് ഹാൻഡ് മാത്ത്, കണക്കിലെ ചുരുക്കെഴുത്തിൽ 100% ഷുവർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയടാ, നിങ്ങളോട് ആൾജിബ്രായിക് ഫോം എഴുതാൻ എന്തായാലും പറയും. ഇവിടെ നോക്ക്, റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് യൂസിങ് ലാംഗ്വേജ് ഓഫ് ആൾജിബ്ര. ട്വൈസ് എ നമ്പർ ഓഫ് ആഡഡ് ടു ദ നമ്പർ മേക്സ് 3 times the number. Then ബീജഗണിതത്തിന്റെ ഭാഷ ഉപയോഗിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ എഴുതാനാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ എന്താണ്? ബീജഗണിത രൂപത്തിൽ എഴുതാനാണ്, ആൾജിബ്രായിക് ഫോമിൽ എഴുതാനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യയുടെ 2 മടങ്ങിനോട്, നമുക്ക് സംഖ്യയുടെ 2 മടങ്ങിനോട് അതേ സംഖ്യ കൂട്ടുമ്പോൾ സംഖ്യയുടെ 3 മടങ്ങ് കിട്ടും. അതായത് ട്വൈസ് number added to a number makes 3 times the number. അപ്പൊ ഞാൻ പറയാണ്, നമ്പർ ആരാന്ന് ഇവർ പറഞ്ഞിട്ടില്ല, നമ്പറിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു? നമ്പർ x ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2 ആണ് നമ്പറെങ്കിൽ 2ന്റെ 2 മടങ്ങ് അല്ലെങ്കിൽ ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 ആണ്. ഇനി 3 ആണ് നമ്പറെങ്കിൽ 3ന്റെ 2 മടങ്ങ് പറഞ്ഞാൽ 2 × 3 അല്ലെ, 3ന്റെ 3 മടങ്ങ് പറഞ്ഞാൽ 3 × 3, 4 മടങ്ങ് പറഞ്ഞാൽ 4 × 3, 5 മടങ്ങ് പറഞ്ഞാൽ 5 × 3 അല്ലെ, 5 times 5 × 3, 3 times 3 × 3, 4 times 4 × 3. അതുപോലെ എക്സിന്റെ 2 മടങ്ങ് അല്ലെങ്കിൽ 2 times പറഞ്ഞാൽ 2 × x. പക്ഷെ ഈ ഗുണിക്കണം, 2ന്റെ എക്സിന്റെ ഇടയിൽ ഗുണിക്കണം ഇടൂല, അതായത് നമ്പറിന്റെ വേരിയബിളിന്റെ ഇടയിൽ ഗുണിക്കണം ഇടൂല. അപ്പൊ ഇവിടെ 2x, 3 മടങ്ങ് 3x, പിന്നെ 4 മടങ്ങ് 4x, 5 മടങ്ങ് 5x ഇങ്ങനെയാ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്ക്, ട്വൈസ് നമ്പർ ആഡഡ് ടു എ നമ്പർ മേക്സ്
3 times the number. അതായത് സംഖ്യയുടെ 2 മടങ്ങിനോട് 2 മടങ്ങ് പറയുമ്പോൾ 2x, അതിനോട് എന്ത് കൂട്ടിയപ്പോൾ അതേ സംഖ്യ കൂട്ടി, അതേ സംഖ്യ പറയുമ്പോൾ x, സംഖ്യ x ആണ്, x കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? അതിന്റെ 3 മടങ്ങ് 3 times കിട്ടുന്നു. അപ്പൊ എന്താണ്? 3x കിട്ടുന്നു. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത നോക്ക്. എ നമ്പർ ആഡഡ് ടു എ നമ്പർ ആൻഡ് ദെൻ ആഡഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഗിവ്സ് ദ ഒറിജിനൽ നമ്പർ. അതായത് ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടിയ തുകയിൽ നിന്നും കൂട്ടിയ സംഖ്യ കുറച്ചാൽ കിട്ടുന്നത് ആദ്യത്തെ സംഖ്യ ആയിരിക്കും. അതായത് ഒരു സംഖ്യ ഉണ്ട്, ഒരു സംഖ്യ, ആ സംഖ്യ x എടുത്തേ, ആ എക്സിനോട് മറ്റൊരു സംഖ്യ കൂട്ടുന്നു. മറ്റൊരു സംഖ്യ ആരാപ്പോഴാക്കി എടുക്കുക? ഞാൻ y ആക്കിയിട്ട് എടുത്തു. ഒരു നമ്പർ x ആക്കിയിട്ട് എടുത്തേ, ഒരു സംഖ്യയോട് എക്സിനോട് മറ്റൊരു സംഖ്യ, ഓക്കെ, മറ്റൊരു സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന തുകയിൽ നിന്നും കൂട്ടിയ സംഖ്യ, ആരാ കൂട്ടിയത്? y ആണ്. ആ y കുറച്ച് കഴിഞ്ഞാൽ അതേ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടുന്ന പറഞ്ഞത്. അതായത് നോക്കിയേ, ഞാൻ എന്താ ഇവിടെ പറഞ്ഞത്? ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യനോട് മറ്റൊരു സംഖ്യ കൂട്ടി, y കൂട്ടി, ആ കൂട്ടിയ സംഖ്യ കുറച്ചു, അപ്പൊ y കുറച്ചു. അങ്ങനെയെങ്കിൽ എന്താ കിട്ടുക? ഈ ഒരു തുകയോട് ഇത് കുറച്ചാൽ എന്താ കിട്ടുക എന്നാ പറഞ്ഞത്? നമുക്ക് ആദ്യത്തെ ഒറിജിനൽ നമ്പർ തന്നെ കിട്ടുന്നാ പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും ആൻസർ. അപ്പൊ ഇതുപോലെ ഓൾജിബ്രായിക് ഫോം എന്തായാലും 100% ഷുവർ ആണ്, വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. ഇനി അടുത്ത നോക്ക്. കാൽക്കുലേറ്റ് യൂസിങ് പ്രോപ്പർട്ടീസ്. ഉചിതമായ ഗണിത തത്വം ഉപയോഗിച്ച് കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണോ ഇത് കണ്ടെത്തുക? ഇതെങ്ങനെയാ നിങ്ങൾ കണ്ടെത്തുക? 103 × 15, അതുപോലെ 98 × 25. എങ്ങനെയാ കണ്ടെത്തുക? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. 103 എങ്ങനെ എഴുതാം? 100 + 3 എന്ന് എഴുതാം, അല്ലെ, × 15 എന്ന് എഴുതാം, അല്ലെ. 98 നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 98 നിങ്ങൾക്ക് 100 - 2 എന്ന് എഴുതിക്കൂടെ? 100 + 3 103 എഴുതിയേ. 98 എങ്ങനെ എഴുതാൻ പറ്റും? 100 - 3 -2 എന്ന് എഴുതിക്കൂടെ? × 25. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 100, ഇനി എങ്ങനെയാ? ഈ ഇവിടെ 2 നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പറാണ്. 100 × 15 ചെയ്യാം, എത്രയാണ്? 1500. 3 × 15 എത്രയാടാ? നമുക്കറിയാം 45. 1500 നിന്നും 45 കുറച്ചാൽ എത്രയാടാ വരിക? എത്രയാ വരിക? നമുക്ക് 1455 വരും, അല്ലെ. 1455 വരും. അതായത് 1460 500 ആവും, 1500 ആവും. ദെൻ അടുത്ത നോക്ക്. ഇതിനെങ്ങനെയാ ചെയ്യാ? ഓ, പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ് കേട്ടോ, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? 1545. കറക്റ്റ് ആണ്. ഇനി അടുത്ത നോക്ക്. 100 - 2 × 25. അപ്പൊ 100 × 25 ചെയ്യുക, അതായത് എത്രയായിരിക്കും? 2500. ഈ 2 × 25 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 25 50 ആണ്. ഇതിന്റെ നടുവിൽ മൈനസ് ചിഹ്നാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു, ഇവിടെ നടുവിൽ പ്ലസ് ചിഹ്നാണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. 2500 50 പോയാൽ എന്താണ്? 2450. സോ ഇതുപോലെയാണ് നിങ്ങൾ കണക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചില കുട്ടികൾ ചെയ്തു വെക്കുക, 103 × 15 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതേ ഗുണിച്ചു വെക്കും. അങ്ങനെയല്ല, 103 × 15 100 + 3 എന്ന് എഴുതണം. 98 എന്ന് പറയുമ്പോൾ 100 - 2. ഇനി 97 ആണ് പറയുന്നെങ്കിൽ 100 - 3. വേണമെങ്കിൽ ഓർത്തു വെച്ചോ. ഇനി അടുത്ത നമ്പർ റിലേഷൻസ്, സംഖ്യാബന്ധങ്ങളിൽ നിന്ന് ആകെ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തത് കോമൺ ഫാക്ടേഴ്സ്, പൊതുഘടകങ്ങൾ നിങ്ങളോട് ചോദിക്കും. 50ന്റെയും 70ന്റെയും പൊതുഘടകങ്ങൾ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 50നെയും 70നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പരിപാടി. എങ്ങനെയാണ് ആ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക? ഏതാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്? 2, 3, 5, 7 ഇതാണ്, അല്ലെ. ഈ നമ്പർ ആലോചിച്ചാൽ മതി. 2, 3, 5, 7. അതായത് ഇതിനെ നമുക്ക് എന്തിനോടെ ഹരിക്കാൻ പറ്റുമെന്ന് അറിയോ? 2നെ ഒന്നെങ്കിൽ 2 കൊണ്ട് അല്ലെങ്കിൽ 1 കൊണ്ട്, 5നെ ഒന്നെങ്കിൽ 5 കൊണ്ട് അല്ലെങ്കിൽ 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റൂ. ബാക്കിയുള്ളതിനോടൊക്കെ ഹരിച്ചാൽ പോയിന്റ് ഉള്ള നമ്പേഴ്സാണ് കിട്ടുക. സോ ഇവിടെ നോക്ക്, 50നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അതായത് 50നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ആ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും മിസ്സേ. അപ്പൊ എത്ര കിട്ടും? 25 കിട്ടും. ഇനി 25നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല മിസ്സേ. അപ്പൊ ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല മിസ്സേ. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ആ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ എത്ര കിട്ടി? 5 കിട്ടി. 25/5 എന്ന് പറയുമ്പോൾ 5 കിട്ടി. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു പ്രൈം ഫാക്ടർ ലാസ്റ്റ് ഇതാ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നിർത്താം. ഇനി അടുത്ത ഇവ നോക്കേ. 70നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ? പറ്റും. 35 കിട്ടും. ഇനി 35നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നോനോ. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നോനോ. 5 കൊണ്ടാണ് ഹരിക്കുക. അപ്പൊ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 7 കിട്ടും, അല്ലെ. 7 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാ നമുക്ക് താഴെ നമുക്കൊരു പ്രൈം നമ്പർ കിട്ടി. അപ്പൊ നമുക്ക്
സിമ്പിൾ, കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 50 എങ്ങനെ എഴുതാം, ഇങ്ങനെ ഇവന്മാരുടെ ഗുണനഫലമായിട്ട് എഴുതാം. അതായത് 2 × 5 × 5 എന്ന് എഴുതാം. ഓക്കെ, 2 × 5 × 5. ഇനി 70 നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 × 5 × 7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താടാ കോമൺ ആയിട്ടുള്ളത്, ആരാടാ കോമൺ ആയിട്ടുള്ളത്, ഇവിടെ ഒരു 2ഉം 5ഉം ഇവിടെ 2ഉം 5ഉം ഉണ്ട് ഇല്ലേ, രണ്ട് ഭാഗത്തും 2 5 2 5 ഉണ്ട്, രണ്ട് ഭാഗത്തും അല്ലെ. അപ്പൊ കോമൺ ആയിട്ടുള്ള ആരാണ്, ഇവിടെയും 2, ഇവിടെയും 5. ഇവിടെ നോക്ക്, ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 7ഉം ഉണ്ട്. അത് കോമൺ അല്ല, പൊതുവായിട്ടുള്ളതല്ല. സോ 2 5 2 5 ആണ് നിങ്ങൾക്കുള്ളത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. 2 ആദ്യത്തെ നമ്പർ 2, ആ 2ന്റെ ഘടകങ്ങൾ എടുത്തുക, ഫാക്ടേഴ്സ്. 2ന് എന്തിനെ കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും, 1 ഹരിക്കാൻ പറ്റും, 2 ഹരിക്കാൻ പറ്റും അല്ലെ. അപ്പൊ 2ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഗുണിക്കണം 1, 2 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ കോമൺ ഫാക്ടേഴ്സ് ആരായിരിക്കും, കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ നമ്പർ ഇതിനെ കൊണ്ട് ഈ 1നെ കൊണ്ടും ഈ രണ്ടാമത്തെ നമ്പർ ഗുണിക്കുക, 2നെ കൊണ്ടും രണ്ടാമത്തെ നമ്പർ ഗുണിക്കുക. അതായത് 1 × 5 5, 2 × 5 10, 5, 10 ആയിരിക്കും എന്ത്, ഈ 50ന്റെയും 70ന്റെയും കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ ചെയ്തത്, ഇത്രയേ ഉള്ളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഗുണനഫലമായിട്ട് എഴുതി, ഇതിൽ പൊതുവായിട്ടുള്ള ആൾക്കാരെടുത്തു, അതിൽ ഒന്നാമത്തെ ആളെ ഫാക്ടറുകൾ എഴുതി, എന്നിട്ട് രണ്ടാമത്തെ ആളെ കൊണ്ട് ഇവന്മാരെ ഗുണിച്ചു. അപ്പൊ നമുക്ക് സാധനം കിട്ടും. അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെച്ചേ. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നിങ്ങളോട് ചോദിക്കും, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ താഴെയുള്ള നമ്പർ പ്രൈം നമ്പർ ആണോ, അഭാജ്യ സംഖ്യകൾ ആണ് എങ്കിൽ നിങ്ങൾ മാത്രം മക്കൾ ചെയ്താൽ മതി. ഇതിന്റെ മുകളിലുള്ള ആളില്ലേ, അതിനോട് 1 കൂട്ടുക, 2നോട് 1 കൂട്ടിയാൽ 3. ഇതിന്റെ മുകളിലുള്ള ആളില്ലേ, അതിനോട് 1 കൂട്ടുക, അതായത് 3നോട് 1 കൂട്ടിയാൽ 4. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവന്മാരെ രണ്ടാളെയും തമ്മിൽ ഗുണിക്കുക. 3 × 4 എത്രയാ, 12 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ. എന്ത്, തലന്റെ മുകളിൽ ആരാണോ ഉള്ളത് അതിനോട് 1 കൂട്ടുക, ഇതിന്റെ തലന്റെ മുകളിൽ ആരാണോ അതിനോട് 1 കൂട്ടുക, എന്നിട്ട് അവന്മാരെ രണ്ടാളെയും ഗുണിച്ചാൽ മതി. ഇനിയിപ്പോ ഇവ 3 എന്ന് മാത്രമാണെങ്കിലോ, ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിലോ, ഇവിടെ ഒരാളേ ഉള്ളൂ, അപ്പൊ 5 + 1 6 ആയിരിക്കും ആൻസർ. ഇങ്ങനെ ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ അല്ലേ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നമ്പർ റിലേഷൻസിൽ നോക്കിയാൽ മതി. ഇനി അടുത്തത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തന ഗുണനമാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇതുപോലെയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ചോദിക്കുക. അതായത് ഒന്നാമത്തെ ആളെ നോക്ക്, 2/3 ഹോൾ സ്ക്വയർ. അതായത് ഈ തലയിൽ 2 എന്ന് പറയുന്നുണ്ടല്ലോ, ഈ തലയിൽ 2 എന്ന് പറയുന്നത് ഇവനും ബാധകമാണ്. അതായത് 2ന്റെ വർഗം / 3ന്റെ വർഗം എന്നാണ്. 2ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ, 3ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, 3/2 എന്ന് പറഞ്ഞാൽ എന്താ, 3/2 പറഞ്ഞാൽ 3 ഗുണിക്കണം 2 എന്നാണോ, അല്ല കേട്ടോ. 3നെ 2 പ്രാവശ്യം ഗുണിച്ചു എന്നാ, ആവർത്തിച്ച് ഗുണിച്ചു, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാ. 2/2 പറയുമ്പോൾ 2 × 2, 3/2 പറയുമ്പോൾ 3 × 3 ആണ്. അതായത് എത്ര ആയിരിക്കും, 4/9 ആയിരിക്കും ആൻസർ. അതുപോലെ ഇവനെ നോക്ക്, 1/2 തലന്റെ മുകളിൽ 3, അതായത് കൃതി 3 ആണ്. അതായത് 1/3 / 2/3. 1/3 എന്ന് പറയുമ്പോൾ 1 × 1 × 1 ഹരിക്കണം 2/3 എന്ന് പറയുമ്പോൾ 2 × 2 × 2. സിമ്പിൾ അല്ലേ. 1 × 1 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. 2 × 2 4 ആണ്. 4 × 2 12 ആണ്. അപ്പൊ 1/12 ആയിരിക്കും ആൻസർ. സിമ്പിൾ കാര്യമല്ലേ. ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി 1/2 ഇതെങ്ങനെയാ, ഇതിനുള്ളിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണുള്ളത്. അതിനെ നമ്മളുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 1/2 നമ്മൾ എങ്ങനെയാ മാറ്റുക, ഇത്ര മാത്രം ചെയ്താൽ മതി. 2നെ 1 ഗുണിച്ചാൽ എത്രയാടാ കിട്ടുക, 2നെ 1 ഗുണിച്ചാൽ 2 ആണ്. അതിനോട് 1 കൂട്ടുക, ഇവനെയും ഗുണിക്കുക, അതിനോട് ഇവനെ കൂട്ടുക. അതായത് 2 × 1 2 ആണ്, അതിനോട് 1 കൂട്ടുക, ബൈ എന്താണോ ഡിനോമിനേറ്ററുള്ള അത് എഴുതി കൊടുക്കുക. ദാറ്റ് ഈസ് 3/2 ആയിരിക്കും. സോ നമ്മൾ 1/2നെ 3/2 എന്ന് എഴുതാം അല്ലെ, 3/2. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ വർഗം എടുക്കുന്നു. അതിന്റെ വർഗം എങ്ങനെയാ മക്കൾ എടുക്കേണ്ടത്, ഇത് 2നും ബാധകമാണ് അല്ലെ. ദാറ്റ് ഈസ് 3ന്റെ വർഗം / 2ന്റെ വർഗം. 3ന്റെ വർഗം 9 ആണ്, 2ന്റെ വർഗം 4 ആണ്. 9/4 ആയിരിക്കും ആൻസർ. എന്ത് രസമുള്ള പ്രോബ്ലം. അങ്ങനെയെങ്കിൽ എന്താ നോക്ക്, 3ന്റെ വർഗം 3/2 × 3/4. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഇത്ര മാത്രം. മക്കൾ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇതിന്റെ താഴെയുള്ള നമ്പറുകളാണ്
ഈക്വൽ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ താഴെ നമ്പറിന് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവന്മാർ രണ്ടാളെയും കൂട്ടുക വേണ്ട, മുകളിലുള്ളവന്മാരെ കൂട്ടുക. 2ഉം 4ഉം എത്രയാ? 2ഉം 4ഉം 2 + 4 എന്ന് പറയുന്നത് 6 ഇതായിരിക്കും ആൻസർ. ഇനി നോക്ക്, താഴെയുള്ളവന്മാർ ഈക്വൽ അല്ല, ഇവന്മാരാണ് ഈക്വൽ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 3ഉം 4ഉം ഇല്ലേ, അവന്മാരെ ഗുണിക്കുക. 3 ഗുണിക്കണം 4 ചെയ്യുക. എത്രയാണ്? 12. എന്നിട്ട് ഇവൻ അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. അതായത് 12 ക്യൂബായിരിക്കും ആൻസർ. റെഡി? മനസ്സിലായോ? നോക്ക്, നമുക്ക് താഴെയുള്ള ആൾക്കാരാണ് ഈക്വൽ എങ്കിൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ എഴുതുന്നു. മുകളിലുള്ളവന്മാരെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇനി താഴെയുള്ളവന്മാരെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ 2 പ്രോബ്ലംസ് നോക്കി വെച്ച് മാറിപ്പോവും, നിങ്ങളോട് മാറിപ്പോവും. ഇനി അടുത്ത ഏരിയ ഓഫ് ട്രയാങ്കിൾ, നമ്മളുടെ ത്രികോണങ്ങളുടെ പരപ്പ്, ത്രികോണ പരപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വരുന്നതാണ്. നോക്ക്, ഇങ്ങനെ ഒരു മട്ട ത്രികോണം തന്നിട്ട് അതിന്റെ ഏരിയ കാണാൻ പറയും. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ഇനി മട്ട ത്രികോണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH. അതായത് ഒരു പാദവും ആ പാദത്തിൽ നിന്നുള്ള ഉയരവും. ഇതിന്റെ പാദം എത്രയാണ്? 4. അപ്പൊ എന്തായിരിക്കും? 1/2 ഇൻറ്റു പാദം 4 4 ഇൻറ്റു ഉയരം 3 അപ്പൊ 3. അപ്പൊ 4 ഗുണിക്കണം 3 എത്രയാ? 12. അപ്പൊ ഹാഫ് ഇൻറ്റു 12. 12 ഇൻറ്റു ഹാഫ് അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 12ന്റെ പകുതി അല്ലേ? അതായത് എത്രയായിരിക്കും വരിക? 6 ആയിരിക്കും വരിക. 6 ഇത് സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. റെഡി? ഇങ്ങനെയാണ് ഏരിയ കാണുക. ഇനി നിങ്ങൾക്ക് സാധാ ഒരു ട്രയാങ്കിൾ ആണ് തന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ടാവും. ഇതിന്റെ ഉയരം എങ്ങനെ ആയിരിക്കും? 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഹാഫ് BH, അതായത് പാദം ഇൻറ്റു ഉയരം, ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഉയരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലംബമാണ്. നോക്ക്, ഇതിനാണ് ഉയരം എന്ന് പറയാം. 6 ഇൻറ്റു 3 18 ആയിരിക്കും /2, അതായത് 9 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 cm, 4 cm, 5 cm. ഡ്രോ 2 ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾ ഹാവിംഗ് ദ സെയിം ഏരിയ. അതായത് വശങ്ങൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരയ്ക്കുക. ഇതിന്റെ അതേ പരപ്പളവുള്ള 2 മട്ട ത്രികോണങ്ങൾ വരയ്ക്കാൻ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇത് ആദ്യം വരയ്ക്കണം. ഇതെങ്ങനെയാ അപ്പോൾ വരയ്ക്കുക? ഒരു ത്രികോണാണ് അല്ലെ, ഒരു വശം 5, ഒരു വശം 4, ഒരു വശം 3. മക്കൾ എന്ത് ചെയ്യുക? 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 4ഉം 3ഉം ആണ്. ഇനി എന്ത് ചെയ്യും? കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുക്കും, എന്നിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കും അല്ലെ. കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കും, ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവന്മാരെ രണ്ടാളെയും കൂട്ടി യോജിപ്പിക്കും. ഇതാണ് നമ്മളുടെ ആ ഒരു ത്രികോണം എന്ന് പറയുന്നത്. ഇനി അടുത്ത പരിപാടി എന്താ അറിയോ? ഈ ത്രികോണത്തിന്റെ ഈ 5 സെന്റിമീറ്ററുള്ള ലൈനില്ലേ, ആ ലൈന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഇതിനത്ര പാരലല്ല ഞാൻ വരച്ച ലൈന്. നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നല്ല കുട്ടികളായിട്ട് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? നമ്മളുടെ പാദവും ഉയരവും തുല്യമാണെങ്കിൽ എല്ലാ ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ്. പാദവും ഉയരവും തുല്യമായിട്ടുള്ള പരപ്പളവ്, ഉയരവും തുല്യമായിട്ടുള്ള ത്രികോണങ്ങളുടെ ഒക്കെ പരപ്പളവ് തുല്യ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു 5 സെന്റിമീറ്ററിലെ ലൈൻ വരയ്ക്കാം. ഇവിടുന്ന് എന്ത് ചെയ്യുക? 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. മട്ട ത്രികോണല്ലേ, അപ്പൊ ഈ ഒരു ഉയരം എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. ഇതെന്താണ്? ഈ ഒരു വര എന്തിനാ സൂചിപ്പിക്കുന്നത്? ഈ ഒരു ത്രികോണത്തിന്റെ ഉയരാണ്. അപ്പൊ ഇതിന് നേരെ 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു, ഇത് ഉയരായിട്ട് എടുക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി ഇതും അതുപോലെ വരച്ചു നോക്ക്. ഇത് 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഈ ഭാഗത്തല്ലേ നിങ്ങൾ ഇവിടെ വെച്ചത്, ഇതിലെന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഭാഗത്ത് വെക്കുന്നു, എന്നിട്ട് ഇത് അങ്ങനെ വരയ്ക്കുന്നു. ഇതും എന്തായിരിക്കും? ഈ അതേ പരപ്പളവുള്ള മട്ട ത്രികോണായിരിക്കും. അപ്പൊ മക്കൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ അതേ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ പാദം 5 ആണെങ്കിൽ ഇവിടെയും പാദം 5 ആയിരിക്കണം. ഉയരം എന്ന് പറയുന്നത് ഇതിന്റെ എത്രയാണോ ഉയരം അതേ ഉയരത്തിൽ വരയ്ക്കണം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാണടാ 20ഓളം മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് മാർക്ക് വേണ്ടടാ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ഇത്ര പണിയാണോ? ഇതുപോലെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരാണടാ. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എന്നെ പോലെ തന്നെ 3 ആൾക്കാരോടി, 3 വളരെ 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 മാത്സിൽ പ്രാബല്യം നേടിയിട്ടുള്ള 3 ആൾക്കാരും കൂടി എൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മളുടെ ഹഷിൽ സാറും, നമ്മളുടെ സാദിഖ് സാറും, നമ്മളുടെ അവന്യാമസും, ഞങ്ങൾ 4 ആളും കൂടി ഞങ്ങൾ ഇന്ന് രാത്രി 7 മണിക്ക് 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് A ഗ്രേഡിന് ഫുൾ മാർക്ക് തന്നെ പറയാം. ഫുൾ മാർക്കിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 7 മണിക്കുള്ള ലൈവിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എനിക്ക് ഇത്രയും ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 4 ആൾ കൂടി വന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന്. ഇത്രയും കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാത്രി ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ
പഠിക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ തീരുമാനിക്കണം, നിങ്ങൾ തന്നെ തീരുമാനിക്കുക വരണോ വരണ്ടേ എന്നുള്ളത്. ഇത്ര കാലം എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ ഒരൊറ്റ ദിവസം ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ റെഡിയാണോ? ഈ ഒരൊറ്റ ദിവസം ഞങ്ങളുടെ കൂടെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? നിങ്ങൾ ഒന്നും നോക്കണ്ടടാ, ഞങ്ങൾ പഠിപ്പിച്ചരും നിങ്ങളെ, ഞങ്ങൾ പഠിപ്പിച്ചരും. നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ നാളെ എക്സാം എഴുതാൻ പോകുന്നത്, നിങ്ങൾ എഴുതാൻ പോകുന്ന നാളത്തെ മാത്സ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഈസിയുള്ള മാത്സ് എക്സാം ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതിയ ഏറ്റവും അടിപൊളി മാത്സ് എക്സാം ആയിരിക്കും. ഇത് എൻ്റെ വാക്കാണ്, എൻ്റെതല്ല, ഞങ്ങളുടെ 4 പേരുടെയും വാക്കാണ്. അത് ഞാൻ ഉറപ്പ് തരാണ്. സോ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ലൈവിൻ്റെ ലിങ്കൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈവിൻ്റെ ലിങ്കിൽ ഒന്ന് ലൈവിൽ കയറിയിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും വരിക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള മാർക്കുകളൊക്കെ ഞങ്ങൾ തരും, ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ തരും. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വേറൊരൊറ്റ കാര്യം കൂടി മിസ്സിന് പറയാനുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 7ാം ക്ലാസ് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു 7ഉം 8ഉം ഒന്നിച്ചങ്ങോട്ട് തന്നാലോ. യെസ്, 7 and 8 കോംബോ. നമ്മൾ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും കൂടി വെറും 3799 രൂപയ്ക്ക് പഠിക്കാൻ പോവാണ്. ഈ 3799 എല്ലാവർക്കും ഇല്ല കേട്ടോ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് ഞങ്ങൾ ഇത് കൊടുക്കാൻ പോവാണ്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും. അല്ല മുസ്സേ, ഏടാ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും നമ്പറും ക്ലാസ്സും അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് അടിച്ചു കൊടുത്താൽ അത് ഫില്ല് ചെയ്യുന്ന ആദ്യത്തെ 2000 കുട്ടികൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്തു. ആദ്യത്തെ 2000 കുട്ടികൾക്ക് ഞങ്ങൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയേ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കായിരുന്നു, എനിക്ക് ജോയിൻ ചെയ്താലോ എന്ന് എവിടെയെങ്കിലും ഒരു മൈൻഡിൽ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ ഇവരെ കൂടെ കുറച്ചുകൂടി പഠിച്ചാലോ, ഇവരെ ഞങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോന്നോ, മാത്രം നിങ്ങൾ ഫില്ല് ചെയ്തോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ഒരു ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ 8ാം ക്ലാസ്, നിങ്ങൾ 7ാം ക്ലാസ്സിന്റെ തലേ ദിവസം ഞങ്ങൾ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കൊല്ലം മൊത്തം ഞങ്ങളുടെ കൂടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ എവറിഡേ ഹീറോ ആയിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലെ എന്നത്തെയും ഹീറോ എന്ന് പറയുന്നത്, എന്നത്തെയും ഏറ്റവും മാർക്കുള്ള കുട്ടി എന്ന് പറയുന്നത്, ടോപ്പർ എന്ന് പറയുന്നത്, ഏറ്റവും പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് നിങ്ങളായി മാറും. ഞാൻ അത് ഉറപ്പ് തരാണ്. നിങ്ങൾ വെറുതെ എൻ്റെ വാക്ക് കേട്ട് എന്നെ ഇപ്പോൾ ഹനീന മിസ് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എന്നെ വിശ്വാസം അല്ലെങ്കിൽ നോ പ്രോബ്ലം. ഞങ്ങൾ ബാച്ചിലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങളെ ബാച്ചിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ മതി. ഇവിടെ 1 or 2 സാധനങ്ങൾ മാത്രമല്ല, ഇവിടെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. വിളിച്ചു നോക്കാൻ, എടാ പഠിച്ചോന്ന് വിളിച്ചു നോക്കാണ്ട്, അല്ലാണ്ട് ജോയിൻ ചെയ്തെന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തില്ലേ എന്നാ ബൈ എന്ന് പറഞ്ഞ് പോകുന്നതല്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ വിളിച്ചു നോക്കാൻ അവിടെ മെന്റർ ഉണ്ട്, നിങ്ങൾ പഠിച്ചോന്ന് ചോദിക്കാൻ ഒരാളുണ്ട് അവിടെ. അതുപോലെ 2 സെറ്റ് ഓഫ് എക്സാം നടക്കുന്നുണ്ട് എല്ലാ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ. അതുപോലെ ആനുവൽ എക്സാം ആയിക്കോട്ടെ, ഇനി വരുന്ന ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ മുന്നേ ഞങ്ങൾ മോഡൽ എക്സാം ഇവിടെ നടത്തും. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്ലബ്ബ് ഉണ്ട്. നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾ കുറച്ച് പിന്നോക്കത്തിലാണെങ്കിൽ മാത്സിന്റെ ക്ലബ്ബ് ഉണ്ടാവും. നിങ്ങൾക്ക് കൂട്ടലും കുറയ്ക്കലും വരെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. അങ്ങനെ തുടങ്ങി എല്ലാമുള്ള ഈ ഒരു ബാച്ച് ഈ ഒരു പ്രൈസിന് ആദ്യത്തെ 2000 കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വെറുതെ ചെറിയൊരു ആഗ്രഹം ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടോ. ഇത് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പേരിൽ ഈ ഒരു ഓഫർ നഷ്ടമാവണ്ട. ബിക്കോസ് ഞങ്ങൾ 6000 രൂപയുടെ ഈ ഒരു ബാച്ചാണ് ഈ ഒരു 2000 കുട്ടികൾക്ക് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. ഈ ഒരു എക്സാം ടൈമിൽ മാത്രമുള്ള ഓഫറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തേക്ക്. സോ നമുക്ക് ഇന്നത്തെ ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.